എനിക്ക് കള്ളനോട്ടടി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ. ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. അമ്പിയുടെ അച്ഛൻ കേൾക്കണ്ടോ? കുറെ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കം ഇല്ലല്ലോ. ആണുങ്ങളായ ഉളുപ്പ് വേണേ. ഇല്ല, ഉളുപ്പില്ലാത്തവനായിപ്പോയി. അതാ എന്റെ അവസ്ഥ. വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ? അല്ല, എന്താ ഇനി വിൽക്കാനുള്ളത്? മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും. അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല. തമ്പിച്ചേട്ടാ, കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. അത്ര വലിയ മാനക്കേട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാശ് താടാ. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോടാ? നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി. നീ 50 ലക്ഷം താടാ. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ മുഖത്ത് ഞാനത് വലിച്ചെറിയായിരുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഒരു കോടീശ്വരന് അളീനുണ്ടല്ലോ നിനക്ക്. പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും. അതെ, അങ്ങനെ പലതും ഉണ്ടാവും. അത് വിറ്റിട്ട് ആരോ ദൂരത്തടിച്ചു കളഞ്ഞ പണത്തിന്റെ കടം വിട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? ഇല്ല, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത്? ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും. ചിലപ്പോ 3 വർഷം വരും. അമ്മേ ചേച്ചി, വിളിച്ചുകൊണ്ടുണ്ടോ ഇയാള്? ഫ്രോഡുകളാ, കള്ള ഫ്രോഡുകള്. എന്നെ വഹിക്കാൻ നടക്കുകയാണ്. കാശ് മേടിച്ചു ഒരു കുടിച്ച് ചാവും. എല്ലാം വിറ്റ് തൊളിച്ച് ഈ നിലയിലാക്കിയിട്ടിരിക്കുന്നു. Get lost here. ഞാനും കഴുത്തു മുഴുവൻ മൂടിയ പൊന്നുവിട്ട് തന്നെയാ ഈ വീടിന്റെ പടി കയറി വന്നത്. അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു. അതല്ല, ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരിയേട്ടൻ എടുത്തോണ്ട് പോയി. തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി. ഇയാളുടെ മുന്നിൽ പൊങ്ങച്ചൻ പറയുന്നല്ല, സത്യ. ചോദിച്ചു നോക്കാലോ നന്ദനോട്, നന്ദൻ പറയും. രാജി ചെയ്തതൊരു ഭാര്യയുടെ കടമയാ. അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട. ചേച്ചി, ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്കറിയാഞ്ഞിട്ടാ. നിങ്ങൾ പറഞ്ഞു തരൂ. ഞങ്ങൾ ഉപദേശിച്ചു തരണോ? തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന്? ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ കാണാൻ നോക്കണം. ഭർത്താവിന് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതാ കുട്ടി വേണ്ടത്. ഭർത്താവിന്റെ വീട്, എന്റെ വീട്, എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല. കേട്ടോ രാജി, തമ്പിച്ചേട്ടൻ അച്ഛൻ കൊടുത്ത വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ അതിന് തക്കോണമുള്ള ടൈറ്റ് ഉണ്ടായിട്ടാ. അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും. ഇവിടെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജ ഒന്ന് മനസ്സ് വെച്ചാ മതി. നന്ദന്റെ അച്ഛൻ കടം വീട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്താ അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പപ്പയ്ക്ക് പിന്നെ മനസമാധാനം കിട്ടുമോ? അവന് പക്ഷേ വാശിയല്ല, പ്രായത്തിന്റെ ഒരു ദുരഭിമാനം. അങ്ങനെ ചേച്ചി പറയരുത്. സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലുവെന്ന് കരുതുന്നത് ഒരുതരം കോംപ്ലക്സ് ആണ്. വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഞാൻ റെഡിയാ. ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതെ ഇരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ. എന്തിനും. അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. തമ്പിച്ചേട്ടന് കൊടുക്കാനുള്ള പണം നമുക്ക് കൊടുക്കാം. എന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് പ്ലെഡ്ജ് ചെയ്താൽ മതി, പണം കിട്ടും. അയ്യോ മോൾ എന്തായി പറയണേ? വേറെ എന്താ ചെയ്യാച്ചാ? ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ടൻ അമ്പി ചേച്ചി സമ്മതിക്കുന്നില്ല. വിൽക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം പണയത്തില. ഞാൻ തമ്പിച്ചേട്ടന്റെ അമ്പി ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. നന്ദൻ അറിയണ്ട തൽക്കാലം. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട്. അവനും മോളുടെ ഏട്ടനും അറിയാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. സാരല്ലച്ചാ, ഞാൻ എന്ത് ചെയ്താലും ഏട്ടനൊന്നും പറയില്ല. ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും വഴക്കിടാതിരിക്കുന്ന കണ്ടാ മതി. അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം.
എന്നാ ഇനി അംബിക പപ്പയായിട്ട് പോ, ഞങ്ങൾക്കൊരു ഇത്തിരി കാര്യമുണ്ടേ. വാ. എടാ ഗിരി, നീ സാറിനൊന്നും കൊണ്ടാക്കിയേ. അപ്പൊ സാറേ, എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ഓക്കെ. പോവാ. പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തി. വിറ്റ 7-8 കോടിയാ. വിൽക്കാൻ വരട്ടെ. ആ ഗിരിക്ക് ഒരു പങ്ക് കൊടുക്കണം തമ്പി. കൊടുക്കാം, പക്ഷെ എന്റെ പണമില്ല. എടോ, പണം പേപ്പറാ. ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും. എന്റെ രീതി അതാ. തന്റേത് എനിക്ക് അറിഞ്ഞൂടാ. പപ്പയൊന്നും ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തെന്ന് അറിയാൻ. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ കുഴപ്പാ. അവക്കെന്തറിയാം? പാവം. സമി, ഓ, നമുക്ക് തിരിക്കാല്ലേ? ഇനി വൈകാതെ അവിടെ എത്തുകയായിരിക്കും നല്ലത്. അല്ലേ അപ്പോ? റെഡി. എല്ലാവരും ചേർന്ന് അവളെ കണ്ണീര് കുടിപ്പിച്ച് സ്വത്തുക്കൾ എഴുതി മാറ്റൂ. അല്ലടാ, എന്തിനാടാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ്? ഒരു കുഴിക്കുള്ള മതിയടാ നിനക്കും നിന്റെ തറവാട്ടിലെ മുഴുവൻ ചെറ്റകൾക്കും. അറിയാടാ, പരമേശ്വരൻ എന്ന പേരിന് കൊല്ലുന്നവെന്ന് കൂടി അർത്ഥമുണ്ട്. അതോടെ മടിക്കില്ല ഞാൻ. യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ തന്തയ്ക്ക് പറക്കാത്തവനെ. കഴുത്തറുത്ത് കടലിൽ തള്ളും ഞാൻ. നീ ഇത് കണ്ടോ? 15-ാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാട്ടുങ്കയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത്. പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വയ്ക്കാൻ. ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാര് കണ്ടിട്ടുള്ളൂ. നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കെട്ടിക്ക് വരടാ. എവിടെടാ തമ്പി? തമ്പി, എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ്. യൂസഫ് ഷായും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു നിർത്തുകയായിരുന്നു പരമേശ്വരൻ. പ്രോപ്പർട്ടീസ് തമ്പിച്ചേട്ടന്റെ പേർക്ക് എഴുതി വെച്ചു. അതിന്റെ അഡ്വാൻസ് ആയി 1 കോടി രൂപ യൂസഫ് എനിക്ക് തന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു. 1 കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ? ഉവ്വ്, നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്. പ്ലീസ് സർ. മാഡം, ഇത് ചതിയാണ്. അവൻ നിരപരാധിയാണ്. ഓ, ഇയാളുടെ ബ്രദറിലാണല്ലോ ഇവൻ. കൊള്ളാം, ക്വൈറ്റ് നാച്ചുറൽ. ഗോൾഡ് സ്മഗ്ലറുടെ അളിയൻ കള്ളനോട്ട് ഇടപാട് നടത്തുന്നു. ഇനി ആരൊക്കെയുണ്ട് തന്റെ ബന്ധുക്കൾ, അണ്ടർവേൾഡ് ആക്ടിവിറ്റീസുമായി ജീവിക്കുന്നവർ? മാഡം, ഇതിന്റെ പിന്നിൽ മറ്റാളുകളുണ്ട്. എനിക്ക് തെളിയിക്കാൻ കഴിയും. വിത്ത് പ്രൂഫ്സ്. Get lost with your bloody proofs. 1 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് അവന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാക്കി കഥകൾ ഞാൻ അവനെ കൊണ്ട് പറയിച്ചോളാം. ഇൻസ്പെക്ടർ, അവൻ എന്റെ ഓഫീസിൽ കൊണ്ടുവാ. ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട്. ഞാൻ മാനേജ് ചെയ്തോളാം. മിസ്റ്റർ പരമേശ്വരൻ, വെറും 4 വർഷത്തിനുള്ളിൽ ഈ നഗരത്തിലെ ബിഗ് ഷോട്ട്സിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു പ്രോപ്പർ ബാക്ക് ഹിസ്റ്ററി ഇല്ലാത്ത പരമേശ്വരൻ എന്ന പകൽമാന്യന്റെ ഇമേജ് വെട്ടിക്കീറി പരിശോധിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ, അതുവഴി ചില സത്യങ്ങൾ പുറത്തു വരുമെങ്കിൽ എങ്കിൽ കൊള്ളാം അല്ലേ? ലെറ്റ്സ് സീ. അവൾക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. കൊണ്ടുപോകുന്ന ആരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും 2 കാലും ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കൻ കച്ചവടത്തിൽ ഇരിക്കേണ്ടി വരും ഇനിയുള്ള കാലം. മനസ്സിലായ പറഞ്ഞ് പിടിക്കാം. പക്ഷേ നിന്റെ ചേട്ടൻ വന്ന് അനുവാദം വാങ്ങാൻ ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നല്ല. യു ഗെറ്റ് മീ. നിന്ന് ചിണുങ്ങാതെ വണ്ടി കയറി കേറ്. ഈ മഹാഭാവം ചെയ്യില്ലേ?
സർ ഷീസ് അണ്ടർ അറസ്റ്റ്. കാര്യം ഫേക്ക് നോട്ട്സ് കൈവശം വെച്ചതിനാ ഇവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. അത് വന്ന സോഴ്സ് അറിയാൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. തന്നെ കൊണ്ട് വല്ലതും പറയിക്കാനുണ്ടെങ്കിൽ അത് വഴി പോലെ എനിക്കറിയാം. ഇപ്പൊ തൊലിക്കണ്ട. ഇവളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് വിറ്റതിന്റെ അഡ്വാൻസ് തുകയാണ് പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ കള്ളനോട്ടുകൾ. അത് സത്യമാണെന്ന പയ്യൻ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോകണ്ടോ? വേണ്ടടോ? കോൺസ്റ്റബിൾസ് ടേക്ക് കെയർ. ഏട്ടാ